എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സോസിന്റെ റെസിപ്പിയാണ്. നമ്മൾ സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള ബോട്ടിലൊക്കെ വാങ്ങിക്കുന്ന അതേ ചോക്ലേറ്റ് സോസിന്റെ റെസിപ്പി നമുക്കിത് ഗ്ലാസ്സിലൊക്കെ, അതായത് നമ്മൾ കോൾഡ് കോഫിയൊക്കെ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലാസിന്റെ ഒക്കെ സൈഡൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബ്രെഡിന്റെ ഉള്ളിൽ സ്പ്രെഡ് ആയിട്ടോ നമുക്ക് ചോക്ലേറ്റ് സോസ് യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് കേക്കിൻ്റെ അകത്തും കേക്കിന്റെ ടോപ്പിംഗ് ആയിട്ടും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് കൊക്കോ പൗഡറും പഞ്ചസാരയും പാലും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പ റെസിപ്പിയാണ്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ കണ്ടിട്ട് വരാം. വെൽക്കം ടു ദ വീഡിയോ. അപ്പൊ നമുക്ക് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ. ഇൻസ്റ്റന്റ് കോഫി പൗഡറിന് പകരം നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് എടുക്കാം. കോഫി പൗഡർ ആകുമ്പോൾ ഒന്നുകൂടെ ഡാർക്ക് കളറും കിട്ടും, ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഒന്നുകൂടെ നന്നായിട്ട് വരികയും ചെയ്യും. പിന്നെ വേണ്ടുന്നത് 1/4 കപ്പ് കൊക്കോ പൗഡർ ആണ്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ ഇതിൽ 2 ടേബിൾ സ്പൂൺ നിറയെ എടുത്തു കഴിഞ്ഞാൽ 1/4 കപ്പ് കൊക്കോ പൗഡർ കിട്ടും നമുക്ക്. പിന്നെ നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ, നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ് ആണോ ഉള്ളത് അതിൽ മെഷർ ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് സാധാ സ്പൂണിൽ മെഷർ ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് സോസ് പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അര കപ്പ് പഞ്ചസാര, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ കാപ്പിപ്പൊടി, ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ്, 1 ടീസ്പൂൺ മൈദ. ഇത്രയും ചേർത്തിട്ട് നമുക്ക് കട്ടയില്ലാണ്ട് കലക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കൊക്കോ പൗഡറും പഞ്ചസാരയൊക്കെ ഒട്ടും തന്നെ കട്ടിയില്ലാണ്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ നമുക്കിത് കുക്ക് ചെയ്യാം. ഞാൻ തീ ഓൺ ആക്കുവാണ്. ഞാൻ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൈവിടാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു വിസ്ക് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വിസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് അടിയിൽ പിടിക്കാണ്ട് നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ ഈ മിക്സ് ലൈറ്റായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ തീ സിമ്മിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു 2-3 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. തിളച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും, കരിഞ്ഞു പോവും. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. കുറച്ച് കട്ടിയായിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കട്ടിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിക്കായിട്ടുള്ള നമ്മൾ ന്യൂട്ടലയുടെ സ്പ്രെഡൊക്കെ പോലെ തിക്കായിട്ടിട്ടോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് 1 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. ഇപ്പൊ എനിക്ക് കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. ഞാനിത് നിങ്ങൾക്ക് തണുത്തിട്ട് കാണിച്ചു തരാം. നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മൾ കുട്ടികളെ കുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കലക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ മേലെ നമ്മൾ പാലാണല്ലോ ഉപയോഗിച്ചത്, അപ്പൊ അതിന്റെ മേലെ പാട പോലൊരു ഇത് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇതൊന്ന് തണുത്തിട്ട് നോർമൽ റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ. നമ്മളതിനെ അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മേലെയുള്ള ആ ഒരു പാട് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ അതൊരു റിമൂവ് ചെയ്യാൻ നമുക്ക് പാടായിരിക്കും. ഇതാകുമ്പോൾ പിന്നെ ഇളക്കി കൊടുത്ത് തണുക്കുന്നത് വരെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടും. അത്യാവശ്യം നമുക്ക് തിക്കായിട്ട് തന്നെ ഉണ്ടാവുക, ഭയങ്കര ലൂസായിട്ടായിരിക്കില്ല, നല്ല അത്യാവശ്യം തിക്കായിട്ടുണ്ടാവും. നമുക്ക് ചപ്പാത്തിക്കൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തണേ പ്ലീസ്. ഇതാണ് നമ്മളെ ചോക്ലേറ്റ് സോസിന്റെ കൺസിസ്റ്റൻസി. കണ്ടോ, ഇത്രയും സ്മൂത്ത് ആണ്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്താൽ മതി, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ. പിന്നെ ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് കട്ടിയായിട്ട് വരും. പിന്നെ ഇത് നമുക്ക് സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാം, ബ്രെഡിൻ്റെ അകത്തൊക്കെ നമ്മൾ ന്യൂട്രലൊക്കെ പകരം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കും, അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് സോസ് യൂസ് ചെയ്യാം. ഇതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എല്ലാത്തിലും എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കട്ടിയായി പോയി എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ വെള്ളമോ ചൂടുവെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. ഫോട്ടോസ് ഉണ്ടെങ്കിൽ അയച്ചു തരണം. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.